ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് മരിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ ഈ ഫോർട്ട് കൊച്ചിയിലടക്കം പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് മാറ്റിവെച്ചു. പക്ഷേ കോൺഗ്രസിൻ്റെ യുവരാജാവ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് വിദേശ രാജ്യത്തേക്ക് പോയെന്നും കേൾക്കുന്നു. അത് നമ്മൾ ഔദ്യോഗിക ദുഃഖാചരണത്തിലാണ് രാജ്യം. അതുകൊണ്ട് പാപ്പാഞ്ഞി മാറ്റിവെച്ചതല്ല, എല്ലാ ആഘോഷങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാപ്പാഞ്ഞി ഫോർട്ട് കൊച്ചിയിൽ, കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പുതുവത്സരാഘോഷങ്ങൾ നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇന്ത്യൻ യുവരാജാവ് എന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും ഭാവി പ്രധാനമന്ത്രിക്ക് ഇന്ത്യയിലെ നിയമങ്ങളൊന്നും ബാധകമല്ലല്ലോ. അദ്ദേഹത്തിനെതിരെ പണ്ട് ആക്ഷേപം വന്നിട്ടാണ്. ഏതോ വിദേശത്ത് എയർപോർട്ടിൽ വെച്ച് ഇന്ത്യയിലെ ഒരു ഭരണവർഗ കുടുംബത്തിലെ ചെറുപ്പക്കാരനും ഒരു യുവതിയും കൂടി മയക്കുമരുന്ന് ആയി വന്നതിന് അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ വെച്ച് പിടിയിലായി എന്നൊരു വാർത്തയുണ്ടായിരുന്നു. എന്നിട്ട് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയി ബന്ധപ്പെട്ടിട്ടാണ് ആ ആളെ വിട്ടയച്ചതെന്ന് പറയുന്നു. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അതുകൂടാതെ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ ഒരു പെൺകുട്ടി, സുകന്യ സിംഗ് എന്ന് പറയുന്നൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു ദിവസം അവരുടെ ആരാധനാമൂർത്തിയായ ഒരു യുവ നേതാവിനെ കാണാൻ അമേത്തിയിലെ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുന്നു. ഗസ്റ്റ് ഹൗസിൽ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരുമായ കൂട്ടുകാർക്കൊപ്പം ഈ യുവനേതാവ്, സുന്ദരനായ യുവനേതാവ് ആഘോഷത്തിലായിരുന്നു. ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറയുന്നു. റേപ്പ് ചെയ്തു. അവസാനം പെൺകുട്ടി തിരിച്ചു വന്നു, പരാതിപ്പെട്ടു. ഈ പറയുന്ന യുവനേതാവിൻ്റെ അമ്മയ്ക്ക് പരാതി കൊടുത്തു. അമ്മയ്ക്ക് പരാതി കൊടുത്തതിന് ശേഷം ഈ പെൺകുട്ടിയെയും കുടുംബത്തിനെയും ആരും കണ്ടിട്ടില്ല. സുകന്യ സിംഗ് കേസ് എന്ന് പറഞ്ഞ് വിഖ്യാതമായൊരു കേസുണ്ട്. ആ കേസ് സുകന്യ സിംഗ് കേസ് അമേത്തിയിൽ നിന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരിടത്തും എത്തിയില്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്കൊക്കെ ബാധകമായ നിയമങ്ങൾ ബാധകമല്ലാത്ത കുറേ വരേണ്യ കുടുംബങ്ങൾ, ജനാധിപത്യ മതേതര എല്ലാവർക്കും ഇക്വാലിറ്റി, തുല്യത വാഗ്ദാനം ചെയ്യുന്ന ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക്, അദ്ദേഹം ഈ പറയുന്ന പോലെ കാലത്തെയും ഭാവി പ്രധാനമന്ത്രി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോടൊക്കെ ശരിക്കും രാഹുൽ ഗാന്ധിക്ക് പുച്ഛമല്ലേ? ഓർക്കുന്നില്ലേ? മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ രാഹുൽ ഗാന്ധി അദ്ദേഹം പാസ്സാക്കിയ ബില്ല് വലിച്ചു കീറിക്കളഞ്ഞത്. വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തെ വിളിച്ചിട്ട് ആ ബില്ലൊന്നും പറ്റത്തില്ല, അത് പാസ്സാക്കെന്ന് പറഞ്ഞ കാരണം അദ്ദേഹത്തിൻ്റെ അമ്മ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവർ വലിക്കുന്ന ചരടുകൾക്കനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്നൊരു പാവയായിരുന്നു മൻമോഹൻ സിംഗ്. നടപ്പുമില്ല, യന്ത്രമനുഷ്യൻ. നമ്മൾ രജനീകാന്തിൻ്റെ റോബോട്ട്, യന്ത്രൻ, അതിനകത്ത് റോബോട്ട് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, ഞാൻ ബോഡി ഷേമിംഗ് ഒന്നുമല്ല, മരിച്ചതിന് ശേഷം അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പറഞ്ഞത്. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും എനിക്കുണ്ട്. കാരണം ഇന്ത്യയിൽ നരസിംഹറാവു ആണ് ഉദാരവൽക്കരണത്തിന് തുടക്കമിട്ടത്. അതിൻ്റെ ഇന്ത്യയുടെ വാതായനങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് തുറന്നു കൊടുത്ത മഹാനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു മൻമോഹൻ സിംഗ്. അദ്ദേഹമാണ് ഇന്ന് നരേന്ദ്രമോദിക്ക് ഈ കാണുന്ന വികസനങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക അടിത്തറ ഇട്ടുകൊടുത്തത്. സാമ്പത്തിക പണം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല, ഒരു പാത വിരിച്ചു, ഒരു പുതിയ സാമ്പത്തിക നയം എന്ന് പറഞ്ഞ ഒരു സാധനം നരസിംഹറാവു, മൻമോഹൻ സിംഗ് അവർ ഒരുക്കിയതാണ്. നരേന്ദ്രമോദി വികസിപ്പിച്ച് പരിപോഷിപ്പിച്ച് കഴിഞ്ഞ 60 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ്സിന് ചെയ്യാൻ പറ്റാത്തതിൻ്റെ 1000 ഇരട്ടി കാര്യങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യാൻ മോദിക്ക് കഴിഞ്ഞു. അതിൽ മൻമോഹൻ സിംഗിൻ്റെ ഉദാരവൽക്കരണം, നരസിംഹറാവു തുടങ്ങിയ ഉദാരവൽക്കരണ നയങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ശരിക്കും മൻമോഹൻ സിംഗ് എടുത്ത് തോട്ടിക്കളഞ്ഞത് നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് തന്ത്രങ്ങളായിരുന്നു. പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് കോപ്പിയടിച്ച് അത് അവിടെ പരാജയപ്പെട്ടതാണ്. അത് ഇവിടെ നടപ്പാക്കി താൻ സോഷ്യലിസ്റ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ആ പദ്ധതികളാണ് ഇന്ത്യയെ കുളം കുത്തി മുടിപ്പിച്ചത് നെഹ്റു. അപ്പോൾ നെഹ്റുവിസത്തെയാണ് മൻമോഹൻ സിംഗ് പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ മൻമോഹൻ സിംഗ് ഓർമ്മിക്കപ്പെടും, നെഹ്റുവിനേക്കാൾ ഓർമ്മിപ്പിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയുടെ മുകളിൽ മറ്റൊരു കസേരയിട്ട് ഒരു മദാമ ഇരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് IMF ഉദ്യോഗസ്ഥനായിരുന്നല്ലോ അല്ലേ. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്നു, ആസാമിൽ നിന്ന് രാജ്യസഭയിലേക്ക് വന്നു. ഒരു ഇലക്ഷനിൽ, ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പോലും മത്സരിച്ചിട്ടില്ല. ലോക്സഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ജയിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും ജയിച്ചിട്ടില്ല. അങ്ങനെ ജനങ്ങളുമായി നേരിട്ടും ബന്ധമില്ലാത്ത ഒരു നേതാവായിരുന്നു. ജനകീയ അടിത്തറ, ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്നു. ബ്യൂറോക്രാറ്റ് കൺവേർട്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. പ്രൈം മിനിസ്റ്റർ ബൈ ആക്സിഡൻറ്റ്, ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്നുള്ള പുസ്തകം പോലും ഉണ്ട്. അപ്പോൾ അത് സ്വാഭാവികമാണ്. യാദൃശ്ചിക
കാരണം സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവണമായിരുന്നു. രാജീവ് ഗാന്ധി മരിച്ചു, സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വേണ്ടി ഉടുപ്പം തയ്ച്ചിറങ്ങി. പക്ഷേ അന്നത്തെ പ്രസിഡന്റ് സമ്മതിച്ചില്ല. പ്രസിഡന്റ് മാത്രമല്ല, ബി.ജെ.പിക്കാർ ഉൾപ്പെടെ പ്രതിപക്ഷം എതിർത്തു. പക്ഷേ രാഷ്ട്രപതി സമ്മതിച്ചില്ല. കാരണം നിങ്ങളുടെ പൗരത്വം സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്, അങ്ങനെ ഒരാളെ പ്രസിഡന്റായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ തയ്യാറല്ല എന്ന് അന്നത്തെ രാഷ്ട്രപതി എടുത്ത നിലപാട് കൊണ്ടാണ് സോണിയ പ്രധാനമന്ത്രിയാവാതിരുന്നത്. അല്ലെങ്കിൽ ഇറ്റലിക്കാരിക്ക്, എൻ്റെ നാട്ടിലൊരു ചായക്കട നടത്തുന്ന ഒരാളുണ്ട്, അദ്ദേഹം സോണിയ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആ ചായക്കടയിൽ ചായ അടിക്കുന്നതിനിടയ്ക്ക് റേഡിയോയിൽ ഈ വാർത്ത വന്ന് നടത്തിയ ക്ലാസിക്കായിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധത്തെ ഞാനിപ്പോൾ നമിക്കുന്നു. ഗോപിയമ്മ നമ്മൾ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരെങ്ങനെ, ഗോപിനാഥൻ. അദ്ദേഹത്തിൻ്റെ മകൻ പ്രദീപ് ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. ഗോപിയമ്മ, ഞങ്ങൾ അമ്മാവെന്ന് വിളി. ഗോപിയമ്മ പറഞ്ഞു, എടാ വിറ്റടാ ഇന്ത്യ ഇറ്റലിക്ക് എന്നാണ് നാട്ടുംപുറത്ത് ചായക്കട നടത്തിയിരുന്നത് അദ്ദേഹം പറഞ്ഞത്. ആദ്യത്തെ കറക്റ്റായിരുന്നു. അങ്ങനെ ഇന്ത്യയെ വിൽക്കാതെ അന്ന് രക്ഷിച്ചത് അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പക്ഷേ പിന്നീട് അത് മാർക്കറ്റ് ചെയ്തു. സോണിയാഗാന്ധിയുടെ ത്യാഗം, വലിയ പദവി കിട്ടുമായിരുന്നു വേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് നിലവിലുള്ള പ്രധാനമന്ത്രിയുടെ നെഞ്ചത്ത് ഒരു കസേര കിട്ടി ആയാമ കയറിയിരുന്നു. ഭരണഘടനാ അതീതമായ ഒരു പോസ്റ്റ് ഉണ്ടാക്കി. എല്ലാ ഫയലുകളും ആദ്യം സോണിയാഗാന്ധി കണ്ട് ഓക്കെ പറയുന്ന ഫയലുകൾ മാത്രം പ്രധാനമന്ത്രി ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മൻമോഹൻ സിംഗിനെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് കോൺഗ്രസ്സാണ്. നാഷണൽ അഡ്വൈസറി കമ്മീഷനായിട്ട് കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ടിരുന്നിട്ട് മൻമോഹൻ സിംഗിനെ അപമാനിച്ച് പാരമ്പര്യം കോൺഗ്രസ്. ഇപ്പം നോക്കൂ, അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തപ്പോൾ ഒറ്റ കോൺഗ്രസ്സുകാരെ കണ്ടില്ല. അപ്പം അതൊന്നുമല്ല വിഷയം അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ രാജകുമാരന് വിദേശത്ത് പോകുന്നതിന് ഒരു തടസ്സവുമില്ല. അദ്ദേഹം അങ്ങനെയാണ്. എല്ലാ ന്യൂ ഇയറും അവിടെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, വനിതകൾ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ, അതൊക്കെ ഇതെല്ലാം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഘോഷത്തിൻ്റെ ചിത്രങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വരാറുണ്ട്. മദ്യക്കുപ്പികളൊക്കെ നിരനിൽക്കുന്ന ചിത്രങ്ങൾ എല്ലാ വർഷവും ഒരു സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അത്തരം ചിത്രങ്ങൾ ഈ വർഷം വരുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തവണ അദ്ദേഹം ഒരു വെറൈറ്റിയാണ്. പട്ടായ, ബാങ്കോക്ക് ഒന്നും അല്ല, സ്ഥലം മാറ്റി വിയറ്റ്നാമിലേക്കാണ്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ നേരത്തെ പോയത് വിയറ്റ്നാമിൽ. ഞാനൊരു 2-3 മാസം മുമ്പ് പോയിരുന്നു. ഞാൻ വിയറ്റ്നാം വിശേഷം ഒന്നും പറഞ്ഞില്ല. പലരും പറഞ്ഞു വിയറ്റ്നാം വിശേഷം. വിയറ്റ്നാം വിശേഷങ്ങൾ നമുക്കൊന്ന് പറയാം, ന്യൂ ഇയറിൽ പറയാം. ഏതായാലും വിയറ്റ്നാമിൽ ഞാൻ പോയി. വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നാണ് പറയുന്നത്. കാർഷിക രാജ്യമാണ്. ഞാൻ വിയറ്റ്നാമിൽ ഇറങ്ങിയപ്പോൾ രാഹുൽ ഗാന്ധി വിയറ്റ്നാമിലേക്ക് പോകുന്നത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി. വിയറ്റ്നാം ഒരു കൊച്ചു രാജ്യമാണ്. അത് കൂടുതലും മത്സ്യബന്ധനം, പിന്നെടുത്ത് പ്രകൃതി വിഭവങ്ങളുണ്ട്, അത് മൈൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അവർ വല്ലാതെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എവിടെയും മദ്യം സുലഭമാണ്. ഏത് തരത്തിലുള്ള മദ്യവും എവിടെയും സുലഭമാണ്. മദ്യശാലകൾ നിറയെയുണ്ട്. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പക്ഷേ അവിടെ ഞാൻ കണ്ടത് അലസന്മാരായ ആണുങ്ങളെയാണ്, പണിയെടുക്കുന്ന സ്ത്രീകളാണ്. രാത്രി രാവേറെ ചെന്നാലും 1 മണി 2 മണിക്കും തെരുവോരങ്ങളിലെ കച്ചവട സ്ഥലങ്ങളിൽ തെരുവ് ഭക്ഷണം ഉണ്ടാക്കുന്നത് പോലെ കൗതുക സാധനങ്ങൾ വിൽക്കുന്നത്, എവിടെ നോക്കിയാലും കച്ചവടം നടത്തുന്നത് സ്ത്രീകളാണ്. ആണുങ്ങളൊക്കെ 2 അടിച്ചിട്ട് ഇങ്ങനെ ചുമ്മാ നടക്കുന്നതല്ല. എല്ലാ തെരുവുകളിലും ഞാൻ ഹോച്ചിമിൻ സിറ്റിയിലും ഹ്യൂ സിറ്റിയിലും ഒക്കെ ഞാൻ പോയിരുന്നു. അപ്പോൾ ഹോച്ചിമിനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് അടുത്ത ഫ്ലൈറ്റിലാണ് ഞാൻ ഹ്യൂവിൽ പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടതാണ്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ വേറൊരു കാര്യം എനിക്ക് ശ്രദ്ധേയമായി തോന്നിയത്, ഈ ടൂറിസം പ്രൊമോട്ട് ചെയ്യുമ്പോൾ എന്നോട് കൊച്ചി നഗരത്തിലെ കമ്മീഷണറായിരുന്ന ഒരു സീനിയർ IPS ഓഫീസർ, അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൊച്ചി മെട്രോയൊക്കെ വരുന്നതിന് മുമ്പാണ്, കൊച്ചി മെട്രോ നഗരമായി മാറണമെന്നുള്ള ആലോചനയൊക്കെ നടക്കുന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അതുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദീർഘനേരമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ സുനിലേ, ഈ കൊച്ചി മെട്രോ സിറ്റി ആണെന്നൊക്കെ നിങ്ങൾ പറയും. മെട്രോ സിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഒരു മെട്രോ സിറ്റിയുടെ കൾച്ചർ വരും. നിങ്ങൾ കൊച്ചിയെ ഇങ്ങനെ ഒറിജിനായിട്ട് ഭയങ്കര ഈ മുടി പിന്നിയിട്ട് അറ്റത്ത് തുമ്പപ്പൂ കെട്ടുന്ന പെൺകുട്ടികളുള്ള നഗരമാണ് കൊച്ചി എന്ന് കരുതുന്നത്. എല്ലാ കൾച്ചറും ഇങ്ങോട്ട് വരും. പിന്നെ മറ്റൊന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ബ്രോത്തൽസ് കൊച്ചിയിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. ലോകത്തിലെ എല്ലാ നഗരങ്ങളിലും ഉണ്ട്. നിങ്ങൾ വലിയ MNCകളുണ്ടല്ലോ, മൾട്ടിനാഷണൽ കമ്പനികളുടെ CEO-മാർ, അവർ ലോകം മുഴുവൻ ഫ്ലൈ ചെയ്ത് പോവുകയാണ്. ഫ്ലൈ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കറിയോ, യൂറോപ്യൻ കൺട്രീസിലെല്ലാം അലൗഡാണ് അവർക്കൊരു എസ്കോർട്ട് പോകാൻ. വനിതകളായിരിക്കും. അവരുടെ കാര്യങ്ങൾ നോക്കാനും അവരുടെ ലെഷറുകളും അവരുടെ ടെൻഷനുകളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന എസ്കോർട്ടുകളെ കൊണ്ടുപോകാറുണ്ട്. കൊച്ചിയിൽ ഈ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൊച്ചി ഒരു മെട്രോ നഗരമാകുമ്പോൾ ഇവിടെ മദ്യം വരും, മയക്കുമരുന്ന് വരും, ബ്രോത്തൽസ് ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. അല്ലാതെ നിങ്ങൾ കൊച്ചിയുടെ എത്തനിസിറ്റി സംരക്ഷിച്ചുകൊണ്ട് കൊച്ചിയെ മെട്രോ നഗരമാക്കാൻ കഴിയില്ല. എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിനെ ടൂറിസം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വിൽക്കണമെന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ആവശ്യമുള്ളതെല്ലാം കിട്ടും. അതായത് വൈകിട്ട് ഞങ്ങളുടെ ടൂർ ഗൈഡ് പറഞ്ഞു, ഞങ്ങളൊരു ചെറിയ ഗ്രൂപ്പാണല്ലോ പോയത്, പറഞ്ഞു, നിങ്ങൾക്ക് വൈകിട്ട് മസാജിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ പറയണം,
അത് ഞങ്ങളെ കൊണ്ടുപോയി ടൂർ പാക്കേജിലുള്ള അതൊക്കെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന തരത്തിലുള്ള മസാജിങ് ലഭ്യമാണ്. കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അപ്പോൾ അത്തരം സംവിധാനങ്ങളും ഈ വിയറ്റ്നാമിലുണ്ട്. ബാങ്കോക്കിലും പട്ടായയിലും കിട്ടുന്നതൊക്കെ വിയറ്റ്നാമിലും കിട്ടും. പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് പോയെന്ന് പറയുകയും ചെയ്യാം. ഞാൻ കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ്. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധി അവിടെ പോകുന്നതിന് എന്താ തെറ്റ്? ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ സിഇഒമാർക്കൊക്കെ ഒരുപാട് ടെൻഷനുണ്ട്. അവർക്ക് അവരുടെ ടെൻഷനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണം. പ്രഷർ കുക്കറിൻ്റെ മറ്റേ അടപ്പ് പോലെയാണല്ലോ. പ്രഷർ കുക്കറിൽ ആവി നിറയുമ്പോൾ അത് എന്ന് പറഞ്ഞ് ചീറ്റി വിസിലിലൂടെ പുറത്തു പോകും. അങ്ങനെ ഒരു റിലാക്സേഷൻ മനുഷ്യന് ആവശ്യമാണ്. രാഹുൽ ഗാന്ധി ഒന്ന് വിശ്രമിക്കട്ടെ, അദ്ദേഹം ഒന്ന് എൻജോയ് ചെയ്യട്ടെ. അദ്ദേഹം വേണമെങ്കിൽ അദ്ദേഹം ശരീരവും മനസ്സും ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് മസിൽസൊക്കെ ഒന്ന് അയഞ്ഞ് കിട്ടട്ടെ, അതിന് പറ്റുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ സമുന്നത നേതാവെന്ന് പറയേണ്ട ഒരാളല്ലേ? സമുന്നത നേതാവായിട്ട് ഇവർ അംഗീകരിച്ചാലല്ലേ? അത് നിങ്ങൾ പറയുന്നതല്ലേ? അവരംഗീകരിച്ചിട്ടില്ല, അവരുടെ ഒരു കൂലിക്കാരൻ അത്രേ ഉള്ളൂ അല്ലേ? പുള്ളിക്കാരിക്ക് ആവാൻ പറ്റിയില്ല, അതുകൊണ്ട് പിടിച്ചാക്കി ഒരാളെ വെച്ചു. ഒരു മനുഷ്യന്റെ എല്ലാ പ്രതിഭകളെയും ഊറ്റിക്കളഞ്ഞ് അദ്ദേഹത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒന്നും ചെയ്യാനുള്ള അനുമതി നൽകാതെ ഒരു യന്ത്രപ്പാവയെ പോലെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എന്തെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയത്തിൽ മൻമോഹൻ സിംഗിൻ്റെ രാഷ്ട്രീയ പ്രസ്താവന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് കേട്ടിട്ടില്ല. ഇല്ല, അതൊന്നും പറയില്ലായിരുന്നു. പറയേണ്ടതൊക്കെ സോണിയമ്മ പറയുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് മുമ്പൊരിക്കൽ ഞാൻ ഓർക്കുന്ന പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം മൻമോഹൻ സിംഗിനെക്കുറിച്ച് പറഞ്ഞതായിരുന്നു ഞാൻ അരുൺ ജെയ്റ്റ്ലി ആണോ എന്ന് സംശയം. മൻമോഹൻ സിംഗ് റെയിൻകോട്ട് ഇട്ട് ഷവറിൽ കുളിക്കുന്ന ആളാണെന്ന് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് അദ്ദേഹത്തെ നിന്ദിക്കാനൊന്നുമില്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹം ഓരോ തവണയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ്റെ റിസൾട്ട് വരും മുമ്പ് പട്ടായയ്ക്ക് പോകുമായിരുന്നു, ലോകം ചുറ്റുമായിരുന്നു. ഈ പറയുന്നത് റിലാക്സ് ചെയ്യാൻ വേണ്ടി. പിന്നെ എനിക്ക് സന്തോഷമാണ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ പോലെ ചെയ്തില്ലല്ലോ. കാരണം പിതാവും അമ്മയും ഒക്കെ ഇവിടെ ഒരു തവണ ന്യൂ ഇയർ ആഘോഷിച്ചത് നമ്മുടെ വിമാനവാഹിനി കപ്പലിലായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ ന്യൂ ഇയർ ആഘോഷിച്ച പാരമ്പര്യം ഈ കുടുംബത്തിനുണ്ട്. അത്രത്തോളം പോയില്ലല്ലോ. പട്ടായയിൽ ഒറ്റയ്ക്കല്ലേ, പട്ടായയിലല്ല വിയറ്റ്നാമിൽ ഒറ്റയ്ക്കല്ലേ പോകുന്നത്. അത്രയും നന്ന് അത് മറന്നുപോയി കാണാം. പക്ഷേ ഇപ്പോൾ പറ്റില്ലല്ലോ അല്ലേ? വിമാനവാഹിനിയും ചോദിച്ചോട്ട് അങ്ങി നിന്ന രാജ്നാഥ് സിംഗ് കാല് തല്ലി പിടിക്കും. അപ്പോൾ ഏതായാലും ആ കുടുംബം ഈ രാജകുമാര കുടുംബമല്ലേ, അദ്ദേഹം പോകട്ടെ, അദ്ദേഹം ആസ്വദിക്കട്ടെ, അദ്ദേഹം എൻജോയ് ചെയ്യട്ടെ, അദ്ദേഹത്തിൻ്റെ മനസ്സിനും മസിലുകൾക്കും ഒക്കെ ഒരു റിലാക്സേഷൻ കിട്ടട്ടെ. അതിനുശേഷം തിരിച്ചു വന്ന് പാർലമെൻറ്റിൽ അടുത്ത ഗുണ്ടായിസം കാണിക്കട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ പുതുവത്സര ആശംസകളും സന്തോഷവും സുഖവും വിയറ്റ്നാമിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.